സർ, അങ്ങിവിടെ സൂചിപ്പിച്ചത് RCFL ഏകദേശം 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ മൊത്തത്തിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എൻ്റെ ചോദ്യം, നമ്മൾ KFC നിക്ഷേപം നടത്തിയ സമാന കാലയളവിൽ മറ്റേതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സമാനമായിട്ടുള്ള സ്റ്റേറ്റ് ഏജൻസികൾ RCFL നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങേക്ക് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് 2018-19 അല്ലെങ്കിൽ 2019-20 KFCയുടെ ആനുവൽ റിപ്പോർട്ടിൽ ഈ RCFL നിക്ഷേപത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പരാമർശം ഉണ്ടാവാതെ പോയത്? യെസ് മിനിസ്റ്റർ. സാർ, ഏതൊക്കെ ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ കണക്ക് എടുക്കേണ്ടി വരും. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന നിക്ഷേപം ഏകദേശം 10,000 കോടി ഇന്ത്യയിലെ പ്രമുഖമായ ധനകാര്യ സ്ഥാപനങ്ങൾ, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന നാഷണലൈസ്ഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു. RBI ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസികളുടെ റാങ്കിംഗ് ഉണ്ട്. ഇതിനകത്ത് പിന്നെ ഇവിടെ പറയുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാവോ? കാരണം പ്രതിപക്ഷ നേതാവ് അങ്ങോട്ട് നിന്ന് സംസാരിച്ചുകൊണ്ട് എൻ്റെ ശ്രദ്ധ അങ്ങ് പോയി. ആ ചോദ്യം എൻ്റെ ചോദ്യം 2018-19, 19-20 ആനുവൽ റിപ്പോർട്ട്, KFCയുടെ ആനുവൽ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ RCFL ഉണ്ടായിരുന്ന നിക്ഷേപത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാമർശം ഉണ്ടാവാതെ പോയത്? ആനുവൽ റിപ്പോർട്ടിൽ എന്തുകൊണ്ട് പരാമർശം ഉണ്ടായില്ല? സാർ, ബാങ്കുകളുമായിട്ടുള്ള ടേം ഡെപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2018 ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്തലിൻ്റെ ഭാഗമായി 60.80 കോടി രൂപ RCFL നിക്ഷേപിച്ചപ്പോൾ ടേം ഡെപ്പോസിറ്റുകൾക്കായി NDC എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. തുടർന്ന് എല്ലാ വർഷവും ഇത് വാർഷിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.